കല്യാണം അത് നമ്മുടെ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിനോടുള്ള താല്പര്യം. എന്തേ അവിടെ സ്ത്രീധനൊന്നുമായിട്ട് വെച്ച് വിളമ്പണില്ല. അങ്ങനത്തെ കല്യാണത്തിനോട് എനിക്ക് അത്ര വലിയൊരു താല്പര്യമില്ല. ആരാന്റെ മുതൽ ഹറാമായത് വെച്ച് വിളമ്പുമ്പോഴേ എനിക്കും എന്റെ വയറിനും എന്റെ മനസ്സിനൊക്കെ ഒരു സമാധാനമാകുള്ളൂ. അപ്പൊ അള്ളാഹ് ഹറാമാക്കിയത് നമ്മൾ ഹറാമാക്കലല്ല അല്ലേ? അള്ളാഹു ഹലാലാക്കിയതിനെ ഹറാമാക്കുകയും അള്ളാഹ് ഹറാമാക്കിയതിനെ ഹലാലാക്കുകയും ചെയ്യാൻ ഒരു കള്ളു കുടിക്കുന്ന ഒരാളെ കണ്ടാൽ ഞാനല്ലല്ലോ എന്റെ മകനും എന്നാ നീ കുടിച്ചോട്ടെ എന്നാണ് ഇസ്ലാം അത് തെറ്റാണ് എന്ന് പഠിപ്പിക്കുന്നത്, ബോധ്യപ്പെടുത്തുന്നു. ചികിത്സയുടെ സമ്പ്രദായം ഇസ്ലാമിന് വിരുദ്ധമായ രൂപത്തിലുള്ള ചികിത്സ സമ്പ്രദായങ്ങൾ നടക്കുമ്പോൾ ഞാൻ ഇപ്പോൾ അതിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അതിപ്പോ ജനങ്ങളുടെ ഇടയിൽ ഒരു ഫിത്നയാവും, അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഒരാൾ നിന്നാൽ അതും റസൂലിന്റെ പ്രവർത്തനമല്ല. ഖുർആനും സുന്നത്തും പഠിപ്പിക്കുകയായിരുന്നു. പരിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ സദാ കേൾക്കുന്നതാണ് അല്ലെ? നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വിജ്ഞാനം എന്ന് പറയുന്നത് ഇല്ലാഞ്ഞിട്ടല്ല. വിജ്ഞാനം എല്ലാ പേപ്പർ വായിച്ചിട്ട് സർവ്വ എഡിറ്റോറിയൽ കോളം നമ്മളെടുത്തുണ്ടാവും. പക്ഷെ ഖുർആനിലെ എത്ര ആയത്തുണ്ടെന്ന് വെച്ചാൽ നമ്മൾക്കറിയില്ല. ഫസ്റ്റ് സൂറത്ത് ഏതാന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. എത്ര സൂറത്തുണ്ട് എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. നമ്മൾ ഇസ്ലാമിന്റെ എല്ലാമാണ്, പക്ഷെ എന്താണെന്നറിയില്ല. നമുക്ക് ഇസ്ലാമിന്റേത് പഠിക്കാൻ അള്ള ആരാണ് എന്ന് ചോദിച്ചാൽ പോലും ചിലപ്പോൾ അറിയില്ല. എന്നിട്ടാകാം ചിലപ്പോ എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു തരാൻ ഒരുങ്ങണോലെ എപ്പോഴാ പറഞ്ഞു തരില്ലേ അറിയാം. എല്ലാം കഴിഞ്ഞ് എല്ലാവരും മൂക്കിൽ പഞ്ഞൊക്കെ വെച്ച് ചെവിയിലൊക്കെ പഞ്ഞൊക്കെ വെച്ച് കഴിഞ്ഞിട്ടാണ് പറയാനുള്ളവരും ഒരുങ്ങുക. പഠിക്കാനുള്ള നമ്മൾ ഇങ്ങനെ പറഞ്ഞു തരാനുള്ളവർ ഇങ്ങനെയായ പിന്നെ എങ്ങനെ ഇത് നടക്കുക? നമ്മൾ തന്നെ അതിന്റെ പരമാവധി അതിന്റെ മുമ്പ് ഇത് പഠിച്ചാണ് മനസ്സിലാക്കിയാൽ ഇങ്ങനെ പറഞ്ഞു തരാൻ പോകുന്നവരൊരു തോന്നലുണ്ടാവും, എന്തിനാ ഞാൻ അതൊക്കെ അയാൾ ജീവിതത്തിൽ തന്നെ പഠിച്ചതാണ് എന്നൊരു തോന്നലുണ്ടാവും. ഇത് നമ്മൾ യാതൊന്നും പഠിക്കാത്തതുകൊണ്ട് പറയണോനും തോന്നുകയാണ്. അങ്ങനെ ആയാലും കുഴപ്പമില്ല, അവർക്ക് അല്ലെങ്കിലും വലിയ വിവരമൊന്നുമില്ല. ഇതിപ്പോ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടും വലിയ കാര്യമൊന്നുമില്ല, എന്നാലും പിന്നെ ഞാൻ എന്റെ കടമ കഴിക്കട്ടെ എന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനെയല്ല. ഖുർആൻ പഠിക്കുക ഇസ്ലാമിന്റെ പ്രമാണമാണ്, അടിസ്ഥാന പ്രമാണമാണ് പരിശുദ്ധ ഖുർആൻ. അതിന്റെ വിശദീകരണമായ മുത്തുനബിയുടെ ഹദീസ് അത് നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടൊരു മലയിടുക്കിൽ പോയാൽ പോലും നമ്മുടെ ഹൃദയത്തിലേക്ക് വിശ്വാസത്തിന്റെ കണിക ഉറച്ചുണ്ടാവും. ഒരു നിമിഷത്തിൽ നമ്മൾ പതറിപ്പോവില്ല. എന്തേ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരായിരുന്നു എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നത്? ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും, അവരുടെ കൂട്ടത്തിൽ നിന്ന് നിരക്ഷരനായ ഒരാളെ പ്രവാചകനായി നിയോഗിച്ചവനാകുന്നു നാഥൻ. യത്ലൂ അലൈഹിം ആയാതിഹി, അവരുടെ മേൽ അവർക്ക് ഗ്രന്ഥം പഠിപ്പിച്ചു കൊടുക്കുകയും അവരെ ഓദിപ്പിക്കുകയും വയുസക്കീഹിം, അവരെ സംസ്കരിച്ചെടുക്കുകയും വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അവർക്ക് ഗ്രന്ഥവും അതുപോലെ തന്നെ ഗ്രന്ഥത്തിന്റെ വിശദീകരണങ്ങളും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, അതിന്റെ മുമ്പ് നിങ്ങൾ വ്യക്തമായ വഴികേടിലായിരുന്നു. നമ്മൾ ഈ സന്ദേശമൊക്കെ കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ നമ്മളെ സ്ഥിതി എന്തായിരിക്കും? ഖുർആന്റെ ഈ സത്യസന്ദേശം നമുക്ക് കിട്ടിയിട്ടില്ല, ഖുർആനൊന്നും നമുക്ക് മനസ്സിലായില്ല, റസൂലിന്റെ ഹദീസൊന്നും നമുക്ക് കിട്ടിയില്ല, എന്തായിരിക്കും നമ്മളെ സ്ഥിതി? നമുക്ക് ജീവിതത്തിൽ യാതൊരു ഒഴിവുണ്ടാവില്ല. അന്ധവിശ്വാസത്തിന്റെ പിറകെ പോയിട്ട് മുമ്പ് കല്യാണത്തിന് പോയിട്ട് ചോദിച്ചു പറഞ്ഞു, മോനെ ചോറ് ഇട്ടോ? കൂട്ടാൻ തന്നെ ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ, അതുകൊണ്ട് ആ ചോറ് കണ്ടില്ല. ഇല്ലേ? അങ്ങനത്തെ ചില കല്യാണങ്ങൾക്ക് പോയാൽ ഒന്നായിട്ട് ഇലയിൽ അവിടെ കുറച്ച് ഓരോ സ്പൂൺ പുറത്ത് അവസാനത്തൊക്കെ തിന്നു കഴിഞ്ഞപ്പോ പിന്നെ മൂപ്പർക്ക് മനസ്സിലായില്ല ചോറിന്റെ ആവശ്യം ഉണ്ടാവില്ല. ചോറ് വന്നോ ഒന്നുമില്ല നോക്കിയില്ല, ഉപരി എഴുന്നേറ്റ് പോകുന്നു. ഇതുപോലെ ഇസ്ലാമിലുള്ള ഉള്ളതാണോ ഇല്ലതാണോ അല്ലാത്തതാണോ ഒന്നും നോക്കാതെ ഒരുപാടെണ്ണം ചെയ്യുന്നത് കൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ ഏതാ ഉള്ളത് എന്ന് പോലും നമുക്ക് നോക്കാൻ കഴിയാത്ത അവസ്ഥയാണ് അല്ലെ? വിശ്വാസിക്ക് സമയം കിട്ടാത്ത, എന്തിനേറെ പറയുന്നു, എല്ലാ കാര്യങ്ങളും അന്ധവിശ്വാസം ചെയ്തു കഴിഞ്ഞാൽ ഒരു വിശ്വാസിക്ക് ഇസ്ലാമിലുള്ള കാര്യം ചെയ്യാൻ ഒഴിവ് കിട്ടൂല, സ്വാഭാവികമാണ്. കാരണം അറിയോ, ഈ അന്ധവിശ്വാസം ഉണ്ടാക്കുന്നത് ആരാധികള്? ചെകുത്താന്റെ പ്രേരണയാണ്. ചെകുത്താൻ ഉണ്ടാക്കി അള്ളാന്റെ മാർഗത്തിൽ ആരാധന പോകാതെ പരമാവധി ഓരോന്നിന്റെ പുറകെ നമ്മളത് കെട്ടിട്ടാല് പിന്നെ നമ്മൾ അതുമായി ഇങ്ങനെ കൂടിക്കൊള്ളും. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയോടുള്ള സ്നേഹവും എന്താകണം എന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ ഖുർആനിലൂടെ റസൂൽ ആരാണ് എന്ന് വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് തന്നെ ഒരു അനുഗ്രഹമാണെന്നും ആ അനുഗ്രഹീതമായ സന്ദേശവുമായി പ്രവാചക തിരുമേനി വന്നു എന്നതുകൊണ്ട് പ്രവാചക തിരുമേനി പ്രബോധന രംഗത്ത് ഒരു വെളിച്ചമായിരുന്നു. പ്രയാസങ്ങൾ സഹിക്കുന്നത് തന്നെ പ്രവാചക തിരുമേനിക്ക് അസഹ്യമായിരുന്നുവെന്നും പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു. റസൂലിന്റെ ചര്യ എന്തായിരുന്നു? നമ്മെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് പ്രവാചകന്റെ ജീവിതത്തിലെ ചര്യ എന്തായിരുന്നു? മനസ്സുകൊണ്ട് നമ്മളെയൊക്കെ പോലെ തകർന്നു വീഴുകയും എന്തെങ്കിലുമൊക്കെ പ്രയാസം വരുമ്പോൾ മതനിഷേധിയേക്കാൾ തകർന്നു പോവുകയും മനസ്സംഘർഷം വരികയും അസ്വസ്ഥതകളുടെ ലോകത്തേക്ക് കടന്നു പോവുകയും സ്വസ്ഥതയ്ക്ക് വേണ്ടി അന്ധവിശ്വാസങ്ങളുടെ പുറകെ പോവുകയും ചെയ്യുന്ന ഒരു വിശ്വാസമായിരുന്നോ ഇസ്ലാമിന്റേത് എന്ന് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹു പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുതിയാപ്പിളയാണ്. അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, റസൂലിന്റെ ചര്യ എന്താണ്? നമ്മൾ കേൾക്കുക. അൻ അലി റളിയല്ലാഹു അൻഹു ഖാല സഅൽതു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സുന്നതിഹി. അലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയോട് ഒരിക്കൽ ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ ദൂതരേ, എന്താണ് താങ്കളുടെ ചര്യ എന്ന്, താങ്കളുടെ ചര്യ എന്താണ്, ജീവിത ചര്യ എന്താണെന്ന് ചോദിച്ചു. പ്രവാചകന്റെ ഒരുപാട് ചര്യകളെ കുറിച്ചു, ജീവിതത്തിലെ എന്തെങ്കിലും നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, അതുപോലെ തന്നെ അംഗീകാരത്തിന്റേത്, വാക്കുകൊണ്ട് പറഞ്ഞത്, പ്രവൃത്തിയിലൂടെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നത് എല്ലാം നമുക്ക് ചര്യയാണ്. പ്രവാചകന്റെ വാക്കുകളിലൂടെ ചില സ്വഭാവങ്ങളുടെ ഗുണങ്ങൾ എന്തായിരുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മഅരിഫത്തു റഅ്സു മാലി, എന്റെ സമ്പത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, റഅസ് എന്ന് പറയുന്നത്, അൽ മഅരിഫത്തു അറിവാകുന്നു, ജ്ഞാനമാകുന്നു, തിരിച്ചറിവാണ് എന്റെ സമ്പത്തിന്റെ യഥാർത്ഥത്തിലുള്ള തല എന്ന് പറയുന്നത്. ഇന്ന് സമ്പത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കണക്കുകൂട്ട് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം സമ്പത്ത് പണം മാത്രമാണ്. റസൂലുള്ള പറയാ, എന്റെ സമ്പത്ത് എന്ന് പറയുന്നത് തിരിച്ചറിവാണ്. സത്യവും അസത്യവും വേർതിരിച്ചറിയാനുള്ള ഒരു വിവേചന ശക്തി ഉണ്ട് മനുഷ്യന്, അല്ലെ? ഒരു വിവേചന കഴിവ്. ആ വിവേചിച്ചറിയാനുള്ള കഴിവുകൊണ്ടാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അല്ലെങ്കിലോ മൃഗത്തെ പോലെ, മൃഗത്തിനിപ്പോ അതിർത്തി ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്ന സമയത്ത്, പുല്ല് തിന്നുന്ന സമയത്ത് ഒരു അതിര് കണ്ടാൽ അത് മറ്റൊരാളുടേതാണ്, ഞാൻ അങ്ങോട്ട് കടക്കാൻ പാടില്ല, ഞാൻ അത് തിന്നാൻ പാടില്ല, ഭക്ഷിക്കരുത് എന്നൊന്നും ഇപ്പൊ പശുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയോ അതിന്റെ അതിരൊന്നുമല്ല. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് വ്യത്യസ്തമാണ്. അപ്പൊ ചിന്തിച്ചു നോക്കൂ, നമ്മൾ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നതും റസൂലുള്ളാഹിയുടെ ചര്യ പഠിപ്പിക്കുന്നതുമായി വിജ്ഞാനത്തിന്റെ അത്രയും ഒരു പ്രാധാന്യം. റസൂൽ പറയാ, എന്റെ ജീവിതത്തിൽ എന്റെ സമ്പത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായി അൽ മഅരിഫത്തു, അറിവാണ്, തിരിച്ചറിവാണ്. വിവേചനമായി അറിയാനും മനസ്സിലാക്കാനും സത്യാവസ്ഥ എന്താണെന്ന് അറിയുവാനും അതുപോലെ വിവരത്തോടുള്ള അതിന്റെ അടുപ്പവുമാണ് എന്ന് റസൂലുള്ളാഹി പറയാം. വൽ അഖ്ലു അസ്ലു ദീനി, എന്റെ മതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അൽ അഖ്ലു, ബുദ്ധിയാകുന്നു. മതം എന്ന് പറയുന്നത്, ഇസ്ലാം എന്ന് പറയുന്നത് ബുദ്ധിക്കനുയോജ്യമായ മതമാണ്. നമ്മൾ അന്ധവിശ്വാസത്തിന്റെ പുറകെ കേട്ടതും കണ്ടതും ഉള്ളതും ഇല്ലാത്തതും പറഞ്ഞ് ഇരട്ടിയുടെ ഇരട്ടി പറഞ്ഞു പ്രചരിപ്പിക്കുന്ന ഏജന്റുമാരുടെ യുഗമാണ് ഇന്ന്, പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിന്റെ ഇന്നത്തെ അവസ്ഥ. ചിന്തിച്ചു നോക്കൂ നമ്മൾ. അപ്പൊ ആ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഇസ്ലാമികമായി റസൂലുള്ളാഹി പറയാ, എന്റെ മതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ബുദ്ധിയാകുന്നു എന്ന് പറഞ്ഞാൽ ഇസ്ലാം ബുദ്ധിയുടെ മതമാണ്. ബുദ്ധി പ്രയോഗിക്കുമ്പോൾ തന്നെ ആ പ്രമാണങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഏതൊരാൾക്കും പരിശുദ്ധ ഖുർആൻ വായിച്ചിട്ട് എനിക്ക് മനസ്സിലായില്ല എന്ന് പൊതുവിൽ മുസ്ലിം സമൂഹം അങ്ങനെ മനസ്സിലാക്കുക. ഇസ്ലാമിക വിജ്ഞാനം എന്നൊന്നും പറഞ്ഞാൽ അത് സാധാരണക്കാരായ നമുക്ക് അറിയില്ല എന്ന് ആദ്യം തന്നെ ആണ് മനസ്സിലാക്കിയിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു ആയത്ത് പഠിക്കാൻ നമ്മൾ മുതിർന്നാൽ നമ്മൾ പറയും, ഞങ്ങൾ സാധാരണക്കാരാണ്, ഞങ്ങൾ പടുജാഹിലീങ്ങളാണ്. എന്നാൽ ഏതെങ്കിലും ഒരാൾ കണ്ടുമുട്ടിയിട്ട് എട പടുജാഹിലേ എന്നങ്ങനാണ്ട് വിളിച്ചാൽ സമ്മതിച്ചു കൊടുക്കും നമ്മള്? എന്താണ് അങ്ങനെ വിളിക്കാൻ? അപ്പൊ നീയല്ലേ പറഞ്ഞേ പീഡിയ കൊലയും ഞാൻ